ഇന്ന് കുറച്ച് മത്തി കിട്ടിയപ്പോൾ അതൊന്ന് മുളകിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മത്തിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് അധികം ചേർക്കണത് നല്ലതാട്ടോ, കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തു. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 2.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ ഈ ഒരു കറിയിൽ ചേർക്കണില്ല കേട്ടോ. മുളക് പൊടി അത്യാവശ്യം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പച്ചമുളകും ചേർത്തിട്ടില്ല. അങ്ങനെ ആ പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിലും അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച്, ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക. ഞാൻ കൊടുമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിനൊരു 3-4 അല്ലി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായതുകൊണ്ടാണ് 3-4 അല്ലി എടുത്തത്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്ക് എത്രയൊക്കെ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ മീനൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.